ഭൂതകാലം ഭൂതം പോലെയാണ്. പറയാറുണ്ടല്ലോ, പാസ്റ്റ് ഈസ് പാസ്റ്റ്, പുട്ട് എ ഫുൾ സ്റ്റോപ്പ് എന്നാണ് പറയുക. കഴിഞ്ഞത് കഴിഞ്ഞു, കഴിഞ്ഞു പോയതിന് ബിന്ദുവിടാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ ജീവിതം നമുക്ക് സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. പാസ്റ്റ് എന്നതിന് ഇംഗ്ലീഷിൽ ഭൂതകാലം എന്നല്ലേ പറയുക. ഇപ്പൊ ഭൂതകാലത്തെക്കുറിച്ച് നമ്മൾ വർത്തമാന സമയത്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമ്മളെ ഭൂതം പിടിക്കുന്നത് പോലെയാണ്. ഭൂതം പിടിക്കുക അർത്ഥം പിടിക്കുന്നത് ആരെയാണ്? പ്രസന്റിനെയാണ് പാസ്റ്റ് എന്ന് പറയുന്ന ഭൂതം വിഴുങ്ങുന്നത്. അപ്പൊ പ്രസന്റിൽ നമുക്ക് ചെയ്യാനുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് ഇടണമെന്ന് പറയുന്നത്. കാരണം പ്രസന്റ് ആണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇന്നുകളിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നലകളിൽ കയറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നാളുകളിലും പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രവർത്തിക്കാൻ പറ്റുന്നത് ശരിക്കും ഇന്നുകളിലാണ്. അതുകൊണ്ട് പാസ്റ്റ് കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയാറുണ്ട്, ചിത്തത്തിലും വെക്കരുത്, ചിന്തനത്തിലും കൊണ്ടുവരരുത്, വർണ്ണിക്കുകയും ചെയ്യരുത്. എന്താ കുഴപ്പം? ചിന്തനം, പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ചിന്തനം ചെയ്തുകൊണ്ടിരുന്ന പ്രസന്റിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരില്ല. ചിത്തത്തിൽ സൂക്ഷിച്ചു വെച്ച ചിലരൊക്കെ എടുത്ത് ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ചിത്തത്തിൽ നിന്ന് വൃത്തി, വൈബ്രേഷൻ ഉണ്ടാവും. അപ്പൊ എന്തുള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നോ അതിനുള്ള വൈബ്രേഷൻസ് ആണ് നമ്മൾക്ക് ചുറ്റും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. പിന്നെ പാസ്റ്റിനെ കുറിച്ച് വർണ്ണിക്കരുത്. വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? നമുക്ക് എത്ര നമ്മൾ പാസ്റ്റിനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കണോ, പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെയെല്ലാം നമ്മൾ പ്രസന്റിൽ ലൈവിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ പാസ്റ്റ് നമുക്ക് എത്ര ദുഃഖമോ വേദനയോ അസ്വസ്ഥതയോ തന്നതാണോ അതെല്ലാം പ്രസന്റിൽ വർണ്ണിക്കും തോറും ആ സംഭവങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ കാണുകയാണ്, കൺമുന്നിൽ കൊണ്ടുവരികയാണ്. അപ്പൊ അത് നടന്നപ്പോഴുണ്ടായ അതേ ബാഡ് ഫീലിങ്സ് എല്ലാം വീണ്ടും നമുക്ക് പ്രസന്റിലേക്ക് വരും. അതുകൊണ്ടാണ് പറയണേ, ആ പ്രസന്റിലെ ആ ബാഡ് ഫീലിങ്സ് എല്ലാം കൂടി ഭൂതം പോലെ നമ്മളെ പിടിച്ച് വീഴുന്നു. അതുകൊണ്ട് പാസ്റ്റ് ആകുന്ന ഭൂതം നമ്മളെ, ആ ഭൂതകാലത്തിലെ സംഭവങ്ങൾ ഭൂതം പോലെ നമ്മളെ വിഴുങ്ങാതിരിക്കാൻ വർത്തമാനകാലത്തിൽ നമ്മൾ ജീവിക്കാൻ പഠിക്കാം. എങ്കിൽ മാത്രമേ പ്രസന്റിൽ നമുക്ക് നല്ല ചിന്തകളും നല്ല വാക്കുകളും നല്ല കർമ്മങ്ങളുടെയും വിത്ത് വിതച്ച് നല്ല ഫലം കൊയ്യാനും ജീവിതത്തിലെ തീവ്രതയോടെ മുന്നോട്ട് പോകാനും കഴിയും.